നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് കേരളത്തിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത് വിദ്യാഭ്യാസം, വീട് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. വിദ്യാഭ്യാസം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, വീടും നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ വീട് ഇൻവെസ്റ്റ്മെൻ്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ഒരു 30 വർഷത്തിനിടയ്ക്ക് ആളുകൾ വീടിൻ്റെ മോഡൽ പൊളിച്ചു പണിയുന്നുണ്ട്. ഒരു വീട് പണിത് ഒരു അച്ഛൻ പണിയുന്ന വീട് മക്കൾ പൊളിച്ചു പണിയുന്നുണ്ട്. അതിൽ നമ്മുടെ ആവശ്യങ്ങൾ മാറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 15 ഇഞ്ച് ടി വി ഉപയോഗിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ 20 ഇഞ്ച് ടി വി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകളിപ്പം 75 ഇഞ്ചിൻ്റെ ടി വി ഉപയോഗിക്കുമ്പോഴേക്കും നമുക്ക് അതിന് പറ്റിയ ഭിത്തി വേണം, മുറി വേണം, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ വരുന്നു. ഇൻ്റർനെറ്റ് ഒരു മാറ്റം ഉണ്ടാക്കുന്നു. വീട്ടിൽ കോമൺ ഫോൺ എന്നുള്ളത് മാറി മൊബൈൽ ഫോണുകളാകുന്നു. അങ്ങനെ അതുപോലെ ആളുകൾ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് ഇവൻ ഒരു വീട്ടിൽ തന്നെ 2 3 അടുക്കളയൊക്കെ വേണ്ട അവസ്ഥയിലേക്ക് പോകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ വീട്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ചെയ്യാതെ ഓരോന്നും വീട് വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ചെയ്ത് ചുറ്റുമുള്ള പ്രകൃതിയെ സ്നേഹിക്കുന്ന ആളുകളാണ് പ്രകൃതിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മാതൃക. അതാണ് ഞാനിവിടെ പരീക്ഷിച്ച് നോക്കിയത്. അപ്പോൾ അതിൽ താല്പര്യമുള്ള ആളുകൾക്ക് കഴിയുന്നത് നിങ്ങളിത് ഇങ്ങനെ വീട് പ്രകൃതിയുമായിട്ട് താല്പര്യമുള്ള ആളുകളുമായിട്ട് ഇതൊന്ന് പങ്കുവെക്കണം. കാരണം ഇത്തരം വീട് നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടെ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നുണ്ട് വീട് മോഡലുകളും പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത് പുതിയ വീട് വെക്കാൻ, ഈ ചിലവ് കുറച്ച് വീട് പ്രകൃതിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് വീട് വെക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൂടെ ഈ വീഡിയോ ഒന്ന് പങ്കുവെച്ചാൽ നന്നായിരിക്കും. നമുക്ക് ഈ വീടിലേക്ക് കടക്കാം. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ വീടൊന്ന് കാണിക്കണം എന്നുള്ളത്. ഇതൊരു ചെറിയ വീടാണ്, അത് കാണിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ചെറിയ വീട് എങ്ങനെ വെക്കാം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വയ്യാത്തത്. വലിയ വീട് വെക്കാൻ നമുക്കെല്ലാം അറിയാം. ഞാനും ആദ്യം ഒരു വീട് വെച്ചപ്പോൾ അത് ഞാനും എൻ്റെ ഭാര്യയും കൂടെ ചേർന്ന് ഒരു വീട് ആദ്യം വെച്ചിരുന്നു. ആ വീട് ഇത്തിരി വലുതായിപ്പോയി. അതിപ്പോൾ അത് കഴിഞ്ഞ് അവിടെ അംഗങ്ങൾ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ മകളുടെ വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്ക് വീട് കാലിയായി. അപ്പോൾ എൻ്റെ 2500 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് നമുക്ക് വളരെ ആവശ്യമില്ലാത്തൊരു സംഗതിയായിട്ട് തോന്നി. അതുപോലെ അതിനകത്തെ ലിവിങ് റൂംസൊക്കെ 400 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 2 ലിവിങ് റൂം, ഇതൊക്കെ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് വീടിനെക്കുറിച്ചുള്ള സങ്കല്പം മാറി. അപ്പോൾ മാറിയ സങ്കല്പം അനുസരിച്ചൊരു വീട് ചെയ്തു നോക്കാം എന്നുള്ള ഇതിലാണ് ഈ വീടുണ്ടാക്കിയത്. ഇവിടെ വന്ന് തന്നെ ശുദ്ധവായു, ശുദ്ധജലം എന്നൊക്കെയുള്ള സങ്കല്പത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കിട്ടുന്ന പുറത്താണ്, വീടിനകത്തല്ല. അപ്പോൾ അതുകൊണ്ട് എയർ കണ്ടീഷണർ വേണ്ടാത്തൊരു വീട്, പിന്നെ വീടിൻ്റെ അകത്തുള്ളതിനേക്കാൾ കൂടുതൽ സ്ഥലം പുറത്തുണ്ടായിരിക്കുക, ഇതൊക്കെയായിരുന്നു ആഗ്രഹം. അപ്പോൾ അതനുസരിച്ചാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചെയ്തതിൽ കുറേ ആളുകളുണ്ട്. അതിൽ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് സുധീർ, എൻ്റെ സഹപ്രവർത്തകനാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു മെയിൻ. ഇതിൻ്റെ ഈ കലാപരമായിട്ട് ഇതിൽ കാണുന്ന വസ്തുക്കളൊക്കെ അവർ ചെയ്തതാണ്. അതിനെ തിരിച്ച് കട്ട് ചെയ്ത് യൂട്ടിലിറ്റി മാത്രമായിട്ട് ചുരുക്കിയിരിക്കുന്നതൊക്കെ ഞാൻ ചെയ്തതാണ്. അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. വളരെ എസ്തെറ്റിക് സെൻസുള്ള ഒരാളാണ് സുധീർ. അതുപോലെ തന്നെ ജെറി എന്നു പേരായ ഒരു സുധീറിൻ്റെ സുഹൃത്തായ ഒരു ആർട്ടിസ്റ്റ് ഇടയ്ക്ക് കുറേ സാധനങ്ങൾ അദ്ദേഹം ഇവിടെ ചെയ്തു. ഈ ഫർണിച്ചറുകളൊക്കെ അദ്ദേഹത്തിൻ്റെ ചില ഐഡിയകളാണ്. അതും വളരെ യുണീക്കായിട്ട് ചെയ്തു. അപ്പോൾ ഈ വീടിനെ കൂടി മൊത്തത്തിൽ പറഞ്ഞാൽ ഇത് എൻ്റെ വേറൊരു സുഹൃത്താണ് ഈ വീട് വീടെന്നുള്ള ആശയത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഒരു വീട് വിൽക്കാനുണ്ട്, ഒരു പഴയ വീട് വിൽക്കാനുണ്ടെന്ന് ഞങ്ങൾ രണ്ടുകൂടെ പോയി കണ്ടു. അപ്പോൾ ഒരു പഴയ 6 നിലയുള്ള ഒരു ചെറിയ വീട്, അത് 75,000 രൂപയ്ക്ക് അവർ അതിൻ്റെ തടിയെല്ലാം കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അഡ്വാൻസോ അത് മുഴുവൻ പൈസയും കൊടുത്തെന്ന് തോന്നുന്നു. എന്തായാലും കൊടുത്തു കഴിഞ്ഞിട്ട് ആ വീട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. കുറേ നാളത്തേക്ക് എനിക്ക് വേറെ തിരക്കുകളൊക്കെ വന്ന് വിട്ടു, സമയം പ്രശ്നം വന്നു. അങ്ങനെ അത് പൊളിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അതിൻ്റെ നല്ലൊരു ഭാഗം ചീത്തയായി പോയി കഴിഞ്ഞു. പിന്നെ കിട്ടിയ ഭാഗങ്ങളാണ് ഇതിൻ്റെ ഈ മേൽക്കെട്ടി. അതിപ്പോൾ നമുക്ക് ചെയ്യാൻ ഒക്കുകയില്ല. കാരണം ഇത് ആ തടി കൊണ്ട് കയറ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത്ര നല്ല ഒരു കൊത്തുപണിയാണ്. അങ്ങനത്തെ ഒരു സാധനം കിട്ടി. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. ബാക്കി ഈ തടി നമ്മുടെ ആവശ്യത്തിന് വന്നപ്പോഴത്തേക്ക് തടി ഇല്ലായിരുന്നു. അപ്പോൾ മരം വെട്ടുന്നത് പൊതുവെ നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിക്കാവുന്നൊരു കാര്യമല്ല. സീറോ കാർബൺ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. പക്ഷേ ഇവിടെ നിന്ന് കുറേ അക്കേഷ്യ മരങ്ങൾ എനിക്ക് കാട് വെക്കാനായിട്ട് മാറ്റുന്നുണ്ട്. ആ അക്കേഷ്യയാണ് ഇതിന് ഭിത്തിക്ക് തടിയായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ അക്കേഷ്യ ഭിത്തിക്ക് തടിയായിട്ട് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൽ കൂടെ കാണുന്നത്. അല്ല തേക്കോ ഈട്ടിയോ ഒന്നും വേണമെന്നില്ല, അക്കേഷ്യ ധാരാളം മതി. പിന്നെ ഈ തൂണുകൾ, ഉപയോഗിച്ച തൂണുകൾ സുധീർ എവിടെ നിന്നൊക്കെ വിലയ്ക്ക് വാങ്ങിച്ചാണ്. 2000 രൂപ വിലയ്ക്കൊക്കെയാണ് തൂണുകൾ കിട്ടുക. 6 8 തൂണുകളുണ്ട്. ഈ വീടിൻ്റെ ആകെ വീതി എന്ന് പറയുന്നത് 450 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ റൂമുകളുടെ സ്പേസ്. 550 സ്ക്വയർ ഫീറ്റ് വരാന്ത ഈ വീട്ടിലുണ്ട്. അപ്പോൾ ഇതിൽ സുഹൃത്തുക്കൾ വന്നാൽ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് ഇഷ്ടംപോലെ വരാന്തയിൽ സ്പേസ് ഉണ്ട്. പുറത്ത് അവിടെ ചെടി, അതിനപ്പുറം ഒരു കാടാണ്. ആ കാടിൻ്റെ സൈഡിൽ കെട്ടിയ മതിൽ പൂർണ്ണമായിട്ട് നമ്മൾ സിമെൻ്റ് ഇട്ട് ഒരു ഇരിപ്പിടാക്കി മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഒരു 50 പേർക്ക് വരെ ഈ മുറ്റത്ത് തന്നെ ഇരിക്കാം, ഈ 2 സൈഡിലുമായിട്ട്. വേറെ കൂടുതൽ ഇരിപ്പിടത്തിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഈ വീട് വെക്കുന്നതിന് മുമ്പേ ചെയ്തതെന്ന് വെച്ചാൽ വീടിൻ്റെ സ്ഥലം മാർക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ ഫ്രണ്ടിലൊരു പൂന്തോട്ടം, നമ്മുടെ കൺവെൻഷനായിട്ടുള്ള പൂന്തോട്ടമല്ല, മിയാവാക്കി മാതൃകയിൽ പൂക്കുന്ന മരങ്ങളെല്ലാം കൂടി ഒരു 1.25 സെൻറ്റ് സ്ഥലവും മറ്റോ അവിടെ അങ്ങ് വെച്ച് പിടിപ്പിച്ചു. അതെല്ലാം വളർന്നു. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടൊന്നും മറഞ്ഞു, വഴി ഇങ്ങോട്ട് പൊടി വരാത്ത തരത്തിലായി. പിന്നെ അതിന് ചുറ്റും വേലിയുണ്ട്. ആ വേലിയിൽ ഇനിയിപ്പോൾ ഞാനിവിടെ പണി തീർന്ന സ്ഥിതിക്ക് വേലിയിലേക്ക് ചെടികൾ കയറ്റിവിടുന്ന കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല പൂക്കളുള്ള ഒരു വേലിയായിട്ട് അതങ്ങ് മാറും. ഇതിനിടയ്ക്ക് ഞാൻ പോണ്ടിച്ചേരിയിൽ പിച്ചാണ്ടിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിരുന്നു. അവിടെ ഒരു പിച്ചാണ്ടിക്കുളത്ത് ഒരു സായിപ്പ്, അദ്ദേഹം 50 കൊല്ലം കൊണ്ടൊരു ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായൊരു കാടാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റും ചെറിയ കുഴികളുണ്ട്. ഈ തടം ഒരു 1 അടി നീളം 1 അടി
പൊക്കത്തിൽ ചുറ്റും കെട്ടി നിർത്തി വെള്ളം നിറച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഉറുമ്പ് വീട്ടിലേക്ക് കയറാതിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പിന്നെ പാമ്പുകളിൽ നല്ലൊരു വിഭാഗം വന്നാൽ വെള്ളം കുടിച്ചിട്ട് അങ്ങ് തിരിച്ചു പോയിക്കോളൂ എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. എന്തായാലും ഞാനിവിടെ വന്നിട്ട് കുറച്ചുകൂടെ കനത്തിൽ ഇരുന്നോട്ടെന്ന് വെച്ചാൽ 2 അടി ആഴവും 2 അടി വീതിയുമായിട്ട് ഒരു ടാങ്ക് ഇവിടെ കെട്ടി ചുറ്റും. അതിനകത്താണ് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത്. വീട് വെച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റും കെട്ടിയാണ്. അപ്പോൾ ഇതിലെ ഗുണം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് മീനിനെ കയറ്റിവിടാം. ഇഷ്ടം പോലെ മീൻ ഇതിനകത്തുണ്ടാവും. ഇപ്പോൾ കുറച്ച് മീനുണ്ട്, അത് വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഇതിൽ മീനിനെ കാണാൻ പറ്റും. കാരണം ഈ മീനിന് ഇതിൻ്റെ ചുറ്റും ഓടി നടക്കാൻ പറ്റുന്നതുകൊണ്ട് അത് വളരെ ഹാപ്പിയായിട്ട് അതുവഴിയൊക്കെ പൊക്കോളും. അതിന് സ്ഥലമുണ്ട്. ഇവിടെ ഇതുപോലെ ഈ വെള്ളം നിർത്തുമ്പോൾ ഒരു സ്വാഭാവികമായിട്ട് സംശയം, ഈ വെള്ളം സിമെൻറ്റിൻ്റെ ഇടയിൽ കൂടെ വീടിൻ്റെ തറക്കടിയിലേക്കൊക്കെ ഇറങ്ങുകയില്ല എന്ന് പലരും സംശയം ചോദിക്കുന്നുണ്ട്. ആക്ച്വലി ഇവിടെ നമ്മളൊരു ഫൈബർ കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതൊരു സ്ക്വയർ ഫീറ്റിന് 100 രൂപയോ 110 രൂപ കണ്ട് ചിലവിൽ അത് ചെയ്യാൻ പറ്റും. നമ്മളൊരു സിമെൻറ്റ് കെട്ടിക്കഴിഞ്ഞാൽ ആ സിമെൻറ്റിൻ്റെ പുറത്തൂടെ ഒരു ഫൈബർ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം വറ്റാതെ അതവിടെ പിടിച്ചു നിർത്താനായിട്ട് അതുകൊണ്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സേഫാണ്. ഇനി കൂടുതൽ ഇത് വേണ്ടവർക്ക് കൂടുതൽ കനത്തിലത് ചെയ്യാം, ചിലവ് കൂടുമെന്നുള്ളതേ ഉള്ളൂ. സാധാരണഗതിയിൽ മിനിമം ചെയ്യാനായിട്ട് ഒരു 100-110 രൂപ പെർ സ്ക്വയർ ഫീറ്റ് അതിന് ചിലവ് വരും. കൊതുക് കയറാതിരിക്കാനുള്ള നെറ്റ് ഈ വീട്ടിൽ മൊത്തം അടിച്ചിട്ടുണ്ട്. കാരണം ഇത് ഇങ്ങനെയുള്ള സ്ഥലത്ത് കൊതുക് വരും. ഇപ്പോൾ ഈ കൊതുക് ഈ വെള്ളത്തിൽ മുട്ടയിടുന്നതിനെ മീൻ തിന്നും, പക്ഷേ അത് കഴിഞ്ഞാലും കൊതുക് വന്നുകൊണ്ടിരിക്കും. വീടിൻ്റെ മറുവശത്ത് മുഴുവൻ പച്ചക്കറി വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. പച്ചക്കറി ഇനത്തിൽപ്പെട്ട മരങ്ങളും ചെടികളുമാണ് ആ 3 വശത്തും. മറ്റേ ഒരു വശത്ത് ഒരു വലിയ മരം ഉണ്ടായിരുന്നു. അത് ഏത് സമയത്ത് ഈ വീടിൻ്റെ പുറത്തേക്ക് മറിഞ്ഞ് വീഴാവുന്ന തരത്തിലാണ് അത് നിന്നിരുന്നത്. ഒരു മരുതാണ്. അപ്പം മരുതിനെ ഞങ്ങൾ കട്ട് ചെയ്തു. ഞാനത് നേരത്തെ കട്ട് ചെയ്ത സമയത്ത് ഒരിക്കൽ കാണിച്ചിരുന്നു. 40 ഡിഗ്രി ചെരിച്ച് 45 ഡിഗ്രി ചെരിച്ചാണ് മരങ്ങളെ മുറിക്കേണ്ടതെന്ന് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ ആ മരം ഒന്ന് കണ്ടു നോക്കുക. അത് 2 അടിയുള്ളൊരു കുറ്റി നിർത്തി ഇപ്പോൾ നിറയെ ഇലയും പൂവൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. മറിഞ്ഞ് വീണാലും നമുക്കൊന്നും പറ്റുകയില്ല. ഈ വീടിനടുത്ത് മരം വെക്കാമെന്ന് ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളതാണ്, മരങ്ങൾ വീടിനടുത്ത് വെക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളവനെ നിയന്ത്രിച്ച് നിർത്തണം. ഇപ്പോൾ ആനയെ കൊണ്ട് വീടിനടുത്ത് കെട്ടാമെന്ന് വെച്ചാൽ കെട്ടാം, പക്ഷേ അതിനെ പ്രോപ്പറായിട്ട് ചങ്ങലയൊക്കെ ഇട്ട് കെട്ടിയില്ല, അത് ചിലപ്പോൾ അതിനറിയില്ല, ചിലപ്പോൾ അത് വീട്ടിലോട്ടേക്ക് കയറിയെന്നിരിക്കും എന്ന് പറയുന്ന പോലെയാണ് മരത്തിൻ്റെ അവസ്ഥ. മരം കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴും. അപ്പോൾ മറിഞ്ഞു വീണാലും നമുക്ക് പരുക്കുണ്ടാവാത്ത ഒരു തരത്തിൽ വെച്ച് അതിൻ്റെ പൊക്കം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് മരങ്ങളെ നിർത്താനുള്ളത്. അതല്ല അങ്ങനെ മരത്തിൻ്റെ ഇലയോ ചില്ലോ ഒന്നും ഞാൻ തൊടുകയില്ല എന്ന് തരത്തിൽ ഇപ്പോൾ 2 തരത്തിലുള്ള ആളുകളുണ്ട്. ചിലർ ഇതിനെ വളരെ ഒരു ഇമോഷണലായിട്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വീടിനടുത്ത് മരം വെക്കാതിരിക്കുകയാണെന്നല്ല, കാരണം അത് മറിഞ്ഞ് വീണാൽ വീടൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു മരപ്രേമിയാണ്. മരമാണെങ്കിലും തലയ്ക്ക് മുകളിൽ വന്നാൽ വെട്ടണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അപ്പോൾ അതിനെ വെട്ടി നിർത്തണം എന്നുള്ള ഇതിലാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഈ വീടിനെക്കുറിച്ച് പറയാനുള്ള കാര്യം, എൻ്റെ ഒരു സ്നേഹിതൻ അജിത് കുമാർ, അദ്ദേഹം ഒരു ISROയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പറഞ്ഞു തന്നൊരു ഐഡിയ ഞാനിവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. കിളിമാനൂരുള്ള അജിത് കുമാർ. അദ്ദേഹത്തിൻ്റെ ആശയം എന്ന് പറഞ്ഞാൽ ഈ വീടിന് ചുറ്റും നമ്മൾ സാധാരണ വീടിനകത്ത് ഫാൻ ഇട്ടിട്ട് കാറ്റ് പുറത്തേക്ക് പോകാനാണ് ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ എക്സോസ് ഫാനുകൾ വീട്ടിൽ തിരിച്ചു വെക്കുക, പുറത്തുനിന്ന് തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ച് കയറ്റുക. അപ്പോൾ അദ്ദേഹം പറയുന്ന ന്യായം, വൈകിട്ടൊരു 6 മണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഈ തറയൊക്കെ നല്ല ചൂടായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ചൂടെന്ന് ഒരു 50 ഡിഗ്രി കൂടുതൽ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല, ഇത് വെച്ച് നോക്കിയാൽ അറിയാവുള്ളൂ. എന്തായാലും 35-40 ഡിഗ്രി കുറയില്ല, നല്ല കാലം അവിടെയൊക്കെ ചവിട്ടിയിട്ട് പൊള്ളുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുറം ചൂട് പിടിച്ചിരിക്കുന്ന സമയത്ത് അകത്ത് ആ ചൂട് കുറേശ്ശെ കയറും. അപ്പോൾ സന്ധ്യ ഭയങ്കര ഈ പുറത്തെ ചൂട് പെട്ടെന്ന് കുറയും, പക്ഷേ അകത്തെ ചൂട് കുറയാൻ സമയമെടുക്കും. ആ സമയത്ത് നമ്മൾ ഈ അകത്തേക്ക് എക്സോസ് ഫാൻ വെച്ച് കാറ്റടിച്ച് കഴിഞ്ഞാൽ, ഇവിടെ 3 എക്സോസ് ഫാനുകൾ അങ്ങനെ വെച്ചിട്ടുണ്ട്, അതിലൂടെ വരുന്ന കാറ്റ് അകത്ത് ഇതിൻ്റെ അകംഭാഗത്തെ പെട്ടെന്ന് തണുപ്പിക്കും. കാരണം പുറത്ത് ഈ മരത്തിനിടയ്ക്ക് നിന്ന് തണുത്ത കാറ്റാണ് വരുന്നത്. ആ കാറ്റ് ഇതിൻ്റെ അകത്തെ ചൂട് തണുപ്പിക്കും എന്നുള്ളതാണ്. ഈ വീടിൻ്റെ അകത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോറേജ് സ്പേസാണ്. ഇപ്പോൾ വീടുകളിൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഈ ഭിത്തിയിലൊക്കെ തന്നെ പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസുകൾ പരമാവധി ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ അധികം സ്ഥലം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. പലപ്പോഴും നമ്മൾ ഈ ഭിത്തികൾ ഉണ്ടാക്കുമെങ്കിലും ഭിത്തി വെറുതെ കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒരു ഷെൽഫുകളാക്കി മാറ്റുകയാണെങ്കിൽ, നമ്മുടെ വീടിന് വളരെ വലിപ്പമുള്ള വീടാണെങ്കിൽ അത്രയും ഭിത്തിയൊന്നും ഉപയോഗിക്കാനൊക്കെ, പക്ഷേ ചെറിയ വീട് ഉണ്ടാക്കുമ്പോൾ ഭിത്തിയിൽ തന്നെ ഈ സ്റ്റോറേജ് സംവിധാനങ്ങളുടെ ചേർത്ത് പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതുകൊണ്ട് മറ്റൊരു കാര്യം അടുക്കളയാണ്. ഞാൻ ഈ കേരളത്തിന് പുറത്ത് ഡൽഹിയിൽ ഒരു വീടിൻ്റെ അടുക്കള കാണുന്ന ഒരു 15-20 വർഷം മുമ്പാണ്. ഫ്ലാറ്റുകളിലെ അടുക്കള കാണുമ്പോഴാണ് ഇത്ര ചെറിയ സ്ഥലത്ത് നമുക്കൊരു അടുക്കള ഉണ്ടാക്കാം എന്ന് തീരുമാനം. അപ്പോഴത്തേക്ക് പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെയൊക്കെ ഡിസൈൻ പൂർത്തിയായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ആ ചെറിയ അടുക്കള എന്നുള്ള ഒരു മാതൃകയാണ് പരീക്ഷിക്കുന്നത്. കാരണം അടുക്കളയിൽ നിൽക്കുന്ന ആളുകൾ ദിവസം ഒരുപാട് കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്, അത് അവരറിയുന്നില്ല. അപ്പോൾ അത്രയും സ്ട്രെയിൻ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. കൈ നീട്ടിയാൽ എല്ലാ സാധനങ്ങളും എത്തുന്ന സ്ഥലങ്ങളിലായിട്ട് തന്നെ അടുക്കുകയാണെങ്കിൽ അതിന് പറ്റിയൊരു അടുക്കളയുടെ ഒരു സ്പേസേ ആവശ്യമുള്ളൂ. വളരെ ഇപ്പോൾ ഒരുപാട് പേരൊന്നും പണ്ടൊക്കെയാണ് ഒരു വീട്ടിൽ 4-5 പേര് ഒരേ സമയത്ത് അടുക്കളയിൽ ജോലി ചെയ്യും. ഇപ്പോൾ ആ പോലെ ഒരാൾ തന്നെ വളരെ കഷ്ടിച്ചാണ്, അരയാളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തിനാണ് അടുക്കളയ്ക്ക് വേണ്ടി നമ്മൾ വലിയൊരു സ്പേസ് ഒഴിച്ചിടുന്നത്? അതല്ല, കൂടുതൽ കാര്യങ്ങളും യന്ത്രത്തിലാണ്. ഇപ്പം പണ്ടാണ് വീട്ടിനകത്ത് നിന്നാണ് കിണർ തൊട്ടി വെള്ളം കോരുന്നത്. അരകല്ല് വീടിൻ്റെ ഒരു സൈഡിലായിരിക്കും, ആട്ടുകല്ല് വേറൊരു സൈഡിലുണ്ടായിരിക്കും, വിറകിടുന്ന അടുപ്പായിരിക്കും, അതിന് തന്നെ വലിയൊരു ഏരിയ വേണം. ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒരു വീടിൻ്റെ അടുക്കള എന്ന് പറഞ്ഞാൽ പരമാവധി ഒരു
150 സ്ക്വയർ ഫീറ്റ് 75 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടെങ്കിൽ 80 സ്ക്വയർ ഫീറ്റൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊരു അടുക്കള ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഒരു സ്ക്വയർ ഫീറ്റിന് 3000 രൂപയൊക്കെയാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മളൊരു 200 സ്ക്വയർ ഫീറ്റിലെ അടുക്കള ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ എല്ലാം കൂടെ വരുമ്പോഴേക്കും അതിന് മാത്രം ഒരു 10 ലക്ഷം രൂപയാകും. അപ്പോൾ അത്രയും വിഭവങ്ങൾ നമ്മൾ വെറുതെ ആക്കുക എന്നുള്ളതും ശരിയായൊരു കാര്യമില്ല. അതുകൊണ്ട് ചെറിയൊരു അടുക്കളയായിരിക്കും ആ തരത്തിൽ ആലോചിക്കുന്ന ആളുകൾക്ക് അഭികാമ്യം. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ ഇവിടെ നിന്നുള്ള വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് നമ്മൾ 2 തരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് തന്നെ വെച്ചാൽ ടോയ്ലറ്റ് വാട്ടർ ഒരു സെപ്റ്റിക് ടാങ്കിലേക്ക് തന്നെയാണ് പോകുന്നത്. അതല്ലാതെ അടുക്കളയിൽ നിന്നും കുളിക്കുന്നതിൽ നിന്നും വരുന്ന വെള്ളത്തിനെ നമ്മളൊരു ഫ്ലോട്ടിംഗ് ഐലൻഡ് പോലെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതൊരു ഫൈബർ ടാങ്കിലാണ് ഈ ഫ്ലോട്ടിംഗ് ഐലൻഡ് നിൽക്കുന്നത്. ആ ചെടികളുടെ എല്ലാം വേര് വെള്ളത്തിനകത്താണ്. അപ്പോൾ ഈ വേസ്റ്റ് വാട്ടർ അതിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലെ വേസ്റ്റ് ആ ചെടികൾ വലിച്ചെടുക്കും. അത് പ്രധാനമായിട്ട് കാനവാഴയൊക്കെയാണ്. കാനവാഴ എന്ന് പറയുന്ന കാനാലില്ലി എന്ന് പറയുന്ന ചെടി അത് നമ്മുടെ ഈ സോപ്പ് വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ്. വെള്ളത്തിൽ സോപ്പിൻ്റെ അംശം ഉണ്ട്, അതൊക്കെ വലിച്ചെടുക്കുന്ന ഒരു ചെടിയാണ്. അപ്പോൾ അതിനെല്ലാം കൂടെ വെച്ചിരിക്കുകയാണ്. അത് അങ്ങോട്ട് ഇറങ്ങാണ്. അതിൻ്റെ പുറകിൽ എൻ്റെ പശുക്കൂടാണ്. നാടൻ പശുക്കളെ കുറിച്ചാണ് അതിനെ ഞങ്ങൾ വളർത്തുന്നുണ്ട് ഇവിടെ ഈ ചാണകത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ അത് അവറ്റയാണ്. അതിൻ്റെ തൊട്ട് പുറകിൽ ഒരു ആട്ടും കൂടാണ്. ആട് നിൽക്കുന്നു. ഇവിടെ സൈഡിൽ 2 രാജപ്പാളയം പട്ടിക്കുഞ്ഞുങ്ങളെ ഈ അടുത്തയിടെ സംഘടിപ്പിച്ചു. അത് ഞാൻ ഇവിടെ വന്ന ശേഷം സംഘടിപ്പിച്ചാൽ കാരണം ഈ രാത്രിയിലൊക്കെ ഇത് നടക്കുമ്പോൾ ഈ പാമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു മുൻകരുതൽ എന്നുള്ളത് വടികുത്തി നടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ദ്വാരങ്ങളുണ്ട് ഈ മതിലിന്. അതുകൊണ്ട് ഒരു പാമ്പും വെളിയിലോട്ട് വരാറില്ല. അത് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇന്നുവരെ ഇപ്പോൾ ഈ അടുത്തിടയ്ക്കെങ്ങും ഇവിടെ പാമ്പിനെ കണ്ടിട്ടില്ല. എന്നാൽ സിറ്റിയിൽ എൻ്റെ ഒരു സുഹൃത്തിയുടെ വീട്ടിനകത്ത് പാമ്പിനെ കാണുകയും ചെയ്തു. വാഷിംഗ് മെഷീനൊക്കെ നമ്മൾ പുറത്താണ് വെച്ചിരിക്കുന്നത്. കാരണം ഇത്ര ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് ഒരുത്തൻ ആ വാഷിംഗ് മെഷീൻ ചുമന്നുകൊണ്ട് പോകുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ്റെ വില എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവൻ്റെ ചുമട്ടുകൂലിയാകുന്നുള്ളൂ. അപ്പോൾ അത്രയും മെനക്കെട്ട് ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുപോകട്ടെ എന്നുള്ള ഒരു ഇതിലാണ് പുറത്ത് വെച്ചിരിക്കുന്നത്. സിറ്റി അപേക്ഷിച്ച് ഒരു സൗകര്യം ഇപ്പോൾ ഇവിടെ സർവൈലൻസ് ക്യാമറ വെക്കുകയാണെങ്കിൽ ഈ മരത്തിനിടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതെവിടെയൊക്കെയാണ് ക്യാമറയെന്ന് ഒരു കള്ളനും കണ്ടുപിടിക്കണമെങ്കിൽ ഒരു 3 ദിവസത്തെ ജോലി അത് വേണ്ടി വരും. അതോടൊപ്പം തന്നെ ഈ വീടുകളിൽ നിന്ന് ഹാർഡ് ഡിസ്കുകളിൽ അടിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുറ്റും കാർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് നേരെ നിങ്ങൾ സെർവറിലേക്ക് കൊടുത്താൽ മതി. ക്യാമറ ആരും കാണുകയില്ല. വിഷ്വലുള്ള അപ്പോൾ സെർവറിലേക്ക് അപ്ലോഡ് ആകുകയും ചെയ്യും. സെക്യൂരിറ്റി വൈസ് ഈ കാർഡിൻ്റെ നടുക്ക് താമസിക്കുകയാണ് കൂടുതൽ. ഇപ്പോൾ കാരണം ഞാനത് പറയാൻ കാരണം ഇവിടെ വന്ന പലരും എന്നോട് ഈ കാർഡിൻ്റെ നടുക്ക് താമസിക്കുന്ന റിസ്ക് അല്ലേ എന്നാണ്. കാർഡിൻ്റെ നടുക്ക് താമസിക്കുന്ന ഒട്ടും റിസ്ക് ഇല്ല. ഓപ്പൺ എയറിൽ താമസിക്കുന്നതാണ് നമുക്ക് കൂടുതൽ റിസ്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ വെളിച്ചത്തിന് ഇത് നമ്മൾ ഈ വീട് സോളാർ പാനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സോളാർ പാനൽ ഇപ്പോൾ അത് ഫങ്ഷണലായില്ല. ആയിക്കഴിഞ്ഞാൽ വീടിന് ആവശ്യമുള്ള കറണ്ടും അതിൽ കൂടുതലും ആ സോളാർ പാനലിൽ നിന്ന് കിട്ടും. മഴവെള്ളം നമ്മൾ സംഭരിക്കുന്നുണ്ട്. 34 സെൻറ്റാണ് ഈ വീടിരിക്കുന്ന ഭാഗം. 34 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 400 വെച്ച് 3 12000 സ്ക്വയർ ഫീറ്റ്. 12000 കൂടുതൽ ഏകദേശം 15000 സ്ക്വയർ ഫീറ്റ് വരും. ഒരു 1000 സ്ക്വയർ ഫീറ്റ് 3 ലക്ഷം ലിറ്റർ വെള്ളം വീഴുന്നതാണ് കേരളത്തിലെ കണക്ക്. ഇത് പൊങ്ങിയിരിക്കുന്ന സ്ഥലമാണ്. കുറേയൊക്കെ പുറത്തു പോയെങ്കിലും കഴിയുന്ന വെള്ളം ഇതിനകത്ത് തന്നെ നിന്ന് താഴാനുള്ള ഒരു സംവിധാനം നമ്മളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കൊണ്ട് മണ്ണിലെ വെള്ളത്തിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. മഴവെള്ളം ശേഖരിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്നാലുള്ള പ്രയോജനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമ്മളൊരു ഫിലോസഫിക്കലായി പോകും. ചില സാധനങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ സാധാരണ നമ്മൾ പ്രകൃതി ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് വരാതെ ഇരുന്ന് ശ്രദ്ധിക്കാൻ പറ്റും. ഈ പക്ഷികൾക്കായിട്ടും ഈ അണ്ണാനായിട്ടും ഭക്ഷണം കൊടുക്കാനായിട്ട് 2 സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കാക്ക വന്ന് എടുത്തുകൊണ്ട് പോകും. കാക്കയ്ക്ക് ഞാൻ അപ്പുറം വേറെ സംഗതി കൊടുക്കുന്നുണ്ട്. പക്ഷേ കാക്ക ഇതൊക്കെ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ പോകാതിരിക്കാനാണ് ഇങ്ങനെ ഇത് ബാലൻ മാധവ് എന്നൊരു ഫോട്ടോഗ്രാഫർ അദ്ദേഹം പറഞ്ഞതാണ് ഈ മുളന്തണ്ടിൽ ഇത് കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കാക്ക പോലെ വലിയ പക്ഷികളൊന്നും അത് കണ്ടമാനം കിടന്ന് ആടുന്നതുകൊണ്ട് ആ പക്ഷികൾ ഇട്ടിച്ചു പോകും. അണ്ണാനും ഓലഞ്ഞാലിക്കുമൊക്കെ അതിൽ ബാലൻസ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ അവർ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചോളും. ഇവിടെ ഇരുന്ന് നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ കാഴ്ചകൾ രസമാണ്. രാവിലെ ഒരു 5 മണിക്ക് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ചെമ്പരത്തിപ്പൂ വിരിഞ്ഞ് തുടങ്ങുന്നത് തൊട്ട് അത് പൂർണ്ണമായിട്ട് ഇതുവരെ കാണാം. മിനിഞ്ഞാന്നൊരു കാഴ്ച കണ്ടു. ഒരു 8 കാലി വന്നിട്ട് ആ നമ്മുടെ ലൈറ്റിൻ്റെ കീഴെ ഒരു വലിയ വല കെട്ടുകയാണ്. അപ്പോൾ ഒരു 2 മണിക്കൂർ എടുത്ത് ഈ വല തീർക്കാനായിട്ട്. അപ്പോൾ അവൻ വളരെ കലാപരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല ഒരു ഭക്ഷണത്തിനോടത്ത് ഇത്രയും ജോലി ചെയ്യുന്നുണ്ടോന്നൊക്കെ ആലോചിച്ച് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മഴ വന്നു. ഇവൻ്റെ വല ഒരു 2 മിനിറ്റ് കൊണ്ട് ഇല്ലാതായി. അപ്പോൾ ഇനി അവന് ഭക്ഷണം വേണമെങ്കിൽ വേറെ വീണ്ടും കെട്ടണം. അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണും. നമുക്കിങ്ങനെ പ്രകൃതിയെക്കുറിച്ച് നമ്മൾ സാധാരണ കാണാത്ത കുറേ കാഴ്ചകൾ ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും. അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ വീടിലധികം പൈസ മുടക്കാതെ നിങ്ങൾ മരത്തിലും ചെടിയിലുമൊക്കെ പൈസ മുടക്കിയിട്ട് കുറച്ച് വില കുറഞ്ഞ സ്ഥലം നോക്കി, കാരണം വലിയ വിലയ്ക്ക് പൈസ വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റുകയല്ലോ, അങ്ങോട്ടൊക്കെ മാറി ഇച്ചിരി കുന്നൊക്കെ കയറണം. അത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ചെറിയൊരു വീട് വെച്ച് കൂടുതൽ സ്ഥലം അതിന് പുറത്ത് വിശാലമായ ഒരു ലിവിങ് റൂം എന്ന് പറയുന്ന സാധനം തന്നെ വേണ്ടാന്ന് വെക്കുക. ലിവിങ് സ്പേസ് ആക്കുക, അത് വീടിന് പുറത്താക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഈ ഒരു മോഡൽ കാണിക്കുന്നു. എല്ലാവരും ചെയ്യണമെന്നല്ല, ഇത് താല്പര്യമുള്ളവർക്ക് ഈ മോഡൽ തുടരാം.